വന്യമൃഗശല്യം തടയാൻ രാജ്യത്താദ്യമായി AI സ്മാർട്ട് ഫെൻസിംഗ് വയനാട്ടിൽ ഇരളം ഫോറസ്റ്റ് സെക്ഷന് കീഴിലെ പാമ്പ്ര ചേലക്കൊല്ലി വനാതിർത്തിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണം. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ശാശ്വത പരിഹാരം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് ഇത്. പരമ്പരാഗത വന്യമൃഗ പ്രതിരോധ മാർഗങ്ങളുടെ പോരായ്മകൾ പുതുരീതികളിലൂടെ മറികടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. വന്യമൃഗങ്ങളെ തടയുക മാത്രമല്ല, വിപുലമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും പുതിയ പദ്ധതിയിലുണ്ട്. The new mitigation plan is smart, strong, and intelligent. It is scientifically built, predominantly bearing most of the elephant's behavior. വന്യമൃഗങ്ങൾ ഫെൻസിംഗിന്റെ 100 മീറ്റർ സമീപമെത്തിയാൽ തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. അലാറം, ലൈറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സമീപവാസികൾക്കും ഇതിലെ സഞ്ചരിക്കുന്ന യാത്രികർക്കും വിവരങ്ങൾ എത്തും. 12 അടിയോളം ഉയരത്തിലാണ് സ്മാർട്ട് ഫെൻസിംഗ്. ബലമുള്ള പ്രത്യേക ബെൽറ്റുകളും ശക്തമായ തൂണുകളുമെല്ലാമാണ് ഇതിന്റെ ഘടന. വന്യമൃഗങ്ങൾക്ക് നശിപ്പിക്കാനാവാത്ത വിധമാണ് നിർമ്മാണം. സെൻട്രൽ കൺട്രോൾ യൂണിറ്റിൽ പവർ ബാക്കപ്പ് വിവരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാവും. ഇരളം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ നിയന്ത്രണ സംവിധാനം ഒരുക്കുക. അതിനെ ഒന്ന് ഏൽക്കുന്ന തിരിച്ച് അതേപോലെ എലാസ്റ്റിക് തന്നെ ഒരു ഇതാണ്. അപ്പൊ അത് തിരിച്ചും കൊണ്ട് ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് ആനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തള്ളിയാൽ വലിച്ചാലും പൊട്ടാത്ത രീതിയിലാണ് ചെയ്യുന്നത്. കൂടാതെ ആനയോ വന്യമൃഗങ്ങളോ ഏത് വന്നാലും അതിന്റെ 50 മീറ്റർ എത്തുമ്പോഴത്തേക്കും സൈറൺ ഉണ്ടാവും. അപ്പം പരിസരവാസികൾക്കും ഒക്കെ ആനയുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയും. ഇതുമുണ്ട്. എലി ഫെൻസിംഗ് എന്ന പേരിൽ എറണാകുളം ആസ്ഥാനമായുള്ള വൈറ്റ് എലിഫന്റ് ടെക്നോളജി എന്ന കമ്പനിയാണ് AI സ്മാർട്ട് ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. ചേലക്കൊല്ലിയിലെ വനാതിർത്തിയിൽ ചതുപ്പ് പ്രദേശത്താണ് ഫെൻസിംഗ് നിർമ്മാണം നടക്കുന്നത്. 1 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാവും. ഇത്തരം സ്ഥലങ്ങളിൽ കാര്യക്ഷമമായ പ്രതിരോധ മാർഗങ്ങൾ നടപ്പാക്കുക ബുദ്ധിമുട്ടായിരുന്നു. വന്യമൃഗശല്യം രൂക്ഷമായി അനുഭവിക്കുന്ന പ്രദേശത്തുകാർ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ സംവിധാനത്തെ കാണുന്നത്. ആദ്യഘട്ടത്തിൽ വിജയകരമെന്ന് കണ്ടാൽ കൂടുതൽ മേഖലകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. കൈരളി ന്യൂസ്, വയനാട്.